ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. എടാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ജുനുസാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ബയോളജി എക്സാമിൽ എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും നോക്കി പോകണ്ട. ഇത് നോക്കിയിട്ടില്ലെങ്കിൽ A+ നഷ്ടപ്പെടും. കാരണം ആ ഒരു അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറും കുറച്ച് ചോദ്യങ്ങളാണ്. എൻ്റെ മക്കളെ സൂക്ഷ്മമായി നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യുക. ആദ്യത്തേതാണ്, ഒന്നും നോക്കേണ്ട, നമ്മളെ എല്ലാ എക്സാമിനും ചോദിച്ചതാണ്. റെഡ് ബ്ലഡ് സെൽസ് ബെൻ ലൈക്ക് സിക്കിൾ. ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെയാകുന്നു. ഏത് രോഗാടാ? എൻ്റെ മക്കൾക്ക് മനസ്സിലായി. ഇത് ഏത് രോഗമാണ്? സിക്കിൾ സെൽ അനീമിയ. എൻ്റെ മക്കളെ 100% എഴുതി വെച്ചോ. ഈ 3 രോഗം അല്ലെങ്കിൽ പേപ്പർ ഉണ്ടാവില്ല. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ. ഈ 3 രോഗത്തിൽ ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഈ ജുനുസാർ പ്രഡിക്റ്റ് ചെയ്യുക, ഇന്ന് പ്രഡിക്റ്റ് ചെയ്യുക. എൻ്റെ മക്കൾ നോക്കിക്കോ, ഇത് എക്സാമിന് നിർബന്ധമായി വരും. അത് എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ഏതാടാ? സിക്കിൾ സെൽ അനീമിയാണ് സാറേ, ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷനിൽ അതർ ബ്ലഡ് സെൽസ്, അതായത് RBC ഇല്ലാതെ, ചുവന്ന രക്തകോശം ഇല്ലാതെ വേറെ ഏത് രക്തകോശം എന്താവുന്നില്ല, അരിവാൾ ആകൃതിയിലാവുന്നില്ല. അതിന് കാരണം എന്താ ചോദിക്കുമ്പോൾ, ഇത് ഏത് രോഗം മക്കളെ? സിക്കിൾ സെൽ അനീമിയ. ഈ ചിത്രം എൻ്റെ മക്കൾക്ക് അറിയില്ലേ? സിക്കിൾ സെൽ അനീമിയ. അങ്ങനെ സിക്കിൾ സെൽ അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? എങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുക? ഹീമോഗ്ലോബിനെ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ, നിയന്ത്രിക്കുന്ന ജീനിന് തകരാർ സംഭവിക്കുന്ന ഡിഫക്റ്റ് ഓഫ് ജീൻ ദാറ്റ് കൺട്രോൾ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ. അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുക? സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുക. അതായത് ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ജീന് ഇങ്ങനെയാണ് ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ്. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ജീനിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ഇങ്ങനെ വരേണ്ട ഹീമോഗ്ലോബിൻ നേരെ എന്താവും? അരിവാൾ ആകൃതിയിലാവും. കണ്ടോ? ഈ അവസ്ഥക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ഹീമോഫീലിയ. ഉണ്ടായ എന്താ പ്രശ്നം ചോദിച്ചാൽ 2 പ്രശ്നമാണ്. ഓക്സിജൻ്റെ സംവഹന ശേഷി കുറയും, ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഡിഗ്രീസ് ആവും, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ, രക്തപ്രവാഹം തടസ്സപ്പെടും. അതിൻ്റെ മക്കളോട് പറഞ്ഞല്ലേ, ഇതിങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇവിടെ എന്താവും? രക്തപ്രവാഹം ഇങ്ങനെ ഈ അരിവാൾ ആകൃതിയിലായി കഴിഞ്ഞാൽ, വട്ടത്തിലാണെങ്കിൽ ഇവരിങ്ങനെ നേരെ പോകും. പക്ഷെ അരിവാൾ ആകൃതിയിലായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇവരെന്താവും? രക്തപ്രവാഹം തടസ്സപ്പെടുത്തും. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻ വരാം. എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം, ആദ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട. ഈ രണ്ടാമത്തേതാണ്, നമ്മൾ ഫാഗോസൈറ്റോസിൻ്റെ ചിത്രം തരും. ഫാഗോസൈറ്റോസിൻ്റെ ചിത്രം ഇത് ഏതിൻ്റെ ചിത്രമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസാണ്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. സ്റ്റെപ്സ് എഴുതാൻ സുഖമല്ലേ? ആദ്യം എന്താ? ഇങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റ്സോടടുത്തും പാത്തജൻ രോഗാണുവിൻ്റെ അടുത്തെത്തും. എന്നിട്ട് റിസപ്റ്റർ ഉപയോഗിച്ചിട്ട്, ഇതുണ്ടോ, ഗ്രാഹികൾ റിസപ്റ്റർ ഉപയോഗിച്ചിട്ട് അതിനെ പിടിച്ചിട്ട് ഇവരുടെ ശരീരത്തിലൊരു അറയുണ്ട്. ആ അറൻ്റെ ഉള്ളിൽ എത്തുന്ന സമയത്ത് ഇതിനെന്തായി മാറും? ഫാഗോസോമാവൂലേ? ആ ഫാഗോസോമും ഈ ലൈസോസോമും കൂടി ചേർന്ന് ഫാഗോലൈസോസോം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാഗോലൈസോസോം. നോക്കണം, 1ാം സ്റ്റേജ് വിച്ച് ഹെൽപ്പ് ദ റിസപ്റ്റർ ആൻഡ് പാത്തജൻ ക്യാപ്ചർ ആൻഡ് എൻഗൾഫിംഗ് ദാൻ ഫോമിങ് ഫാഗോസോം. അവിടെ എന്താവുന്നു? ഗ്രാഹികൾ ഉപയോഗിച്ച് സഹായത്തെ രോഗാണുവിനെ പിടിച്ച് അകത്താക്കുകയും ഫാഗോസോം എന്ന് രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഫാഗോസോമുക്ക് ലൈസോസോമും ഫാഗോസോമും കൂടി ചേർന്ന് എന്താവും? ഫാഗോലൈസോസോമാവും. ഇതാണ് ഫാഗോലൈസോസോം. അങ്ങനെ ഫാഗോലൈസോസോമിൽ നിന്ന് ആ രോഗാണുവിനെ നശിപ്പിക്കുന്നു. പിന്നെന്താണ്? മാലിന്യങ്ങൾ എന്താവുന്നു? പുറത്തുവിടുന്നു. അപ്പോൾ ഈ ഒരു ചിത്രവും ഇതുമായി ബന്ധപ്പെട്ട ഫാഗോസൈറ്റോസിസിൻ്റെ ഈ ഒരു പ്രോസസ്സും എൻ്റെ മക്കൾ എന്താവണം? പഠിച്ചിരിക്കണം. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ഈ ഒരു സ്റ്റെപ്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ പറയുന്നില്ലെങ്കിലും ഈ ഒരു സ്റ്റെപ്പുകൾ എൻ്റെ മക്കൾ എന്തായിരിക്കണം? നോക്കിയിരിക്കണം. ഇനി അടുത്ത് നമുക്ക് എല്ലാവർക്കും വരാം. ഇതെന്തിൻ്റെ ചിത്രമാടാ? ഇതെന്തിൻ്റെ ചിത്രം സാറേ? ഞങ്ങൾ കണ്ടിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ആ സൈഡിലാണ് തന്നത്. ഇതെന്തിൻ്റെ? ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ചിത്രം, രക്തം കട്ടിപിടിക്കുന്നതിൻ്റെ ചിത്രമാണ് ഈ തന്നത്. അതെൻ്റെ മക്കൾ നോക്കണം. ഇതിൻ്റെ സ്റ്റെപ്പുകൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചില്ലേ? അതുകൊണ്ട് ചോദിക്കാൻ ഇനിയും ചാൻസുള്ള സാധനമാണ് എന്ത്? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്. എങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവുക? നമുക്കൊരു മുറിവ് ഉണ്ടാവുന്ന സമയത്ത് എവിടെയാണോ മുറി ഉണ്ടായത്, ഡാമേജ് ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ് ഇഞ്ചേർഡ് പാർട്ട് പ്രൊഡ്യൂസ് എൻസൈംസ് കോൾഡ് ത്രോംബോപ്ലാസ്റ്റിൻ. എവിടെയാണോ മുറി ഉണ്ടായത്, ആ മുറി ഉണ്ടായ ഭാഗത്തെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റും ഒരു എൻസൈം ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. എന്താണ് ത്രോംബോപ്ലാസ്റ്റിൻ? ആ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്യും. എൻ്റെ മക്കളോട് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞതാ. പ്രോത്രോംബിൻ എന്ന ത്രോംബിനായി കൺവേർട്ട് ചെയ്യും. ആ ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനായി കൺവേർട്ട് ചെയ്യും. ആ ഫൈബ്രിൻ വലക്കണ്ണികൾ നെറ്റ്വർക്ക് പോലെ ആക്ട് ചെയ്തിട്ട് അവിടെ RBCയെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, രക്തം കട്ടപിടിക്കും. ഈ ഒരു ഭാഗങ്ങൾ പഠിക്കാതെ എൻ്റെ മക്കൾ എക്സാം ഹാളിലേക്ക് കയറെഴുതി. ഇനി ഇതിന്ന് ഏറ്റവും ചോദിക്കുന്ന ഏറ്റവും മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് കൃത്യം 7:00 സാറ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വാ, നമുക്ക് അവിടെ വെച്ചിട്ട് സെറ്റാക്കാം. കാരണം ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് നമ്മൾ ബയോളജിയുടെ മുഴുവൻ ചാപ്റ്ററിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയമാണ്. ഇന്ന് കൃത്യം 7:00 എൻ്റെ മക്കൾ വാ, അവിടെ വെച്ചിട്ട് നമുക്ക് മുഴുവൻ സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും കൃത്യം 7:00 വാ, മറക്കല്ലേ.